ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 51,300 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ നിന്നൊരു ഡൗൺഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. വലിയൊരു ഡൗൺഫോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മുടെ 940 ക്യാൻഡിൽ ഒരു വലിയ റിജക്ഷൻ ക്യാൻഡിലാണ് ഉണ്ടായത്. സോ ജസ്റ്റ് അവിടുന്നെങ്കിലും വലിയൊരു മൊമെൻറ്റം മേളിലേക്ക് കാണിക്കാതെ ജസ്റ്റ് ഒരു താഴത്തോട്ടൊരു മൊമെൻറ്റം കാണിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ എടുത്ത ഉടനെ തന്നെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ചെറിയൊരു ലോസ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. 51,300 പുട്ട് ഓപ്ഷൻ നമുക്ക് കിട്ടിയത് 766 150 ക്വാണ്ടിറ്റി. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. എൻട്രി പോയിൻ്റ് വന്നിട്ട് 766 ആകുമ്പോഴത്തേക്കും 728 729 നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. 3,000 വലിയൊരു ലോസായി ഇപ്പോൾ. ഇതിപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ലോസ് ആയിരുന്നു ഇപ്പോൾ കാണിച്ചിരുന്നത്. നമ്മുടെ എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 78 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ ലൈനെ വന്ന് റീടെസ്റ്റ് എടുത്താൽ പോലും നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ഔട്ടായി പോകും. അത്രയും വലിയ റിജക്ഷനും വന്നു. ജസ്റ്റ് ആൾക്കാരെ ഒന്ന് ഗൂഗിൾ ചെയ്യിക്കാൻ വേണ്ടി ജസ്റ്റ് താഴത്തോട്ട് മാർക്കറ്റ് വരും എന്ന് വിചാരിച്ചാണ് ഞാൻ അത്രയും മെൻ പോർഷനിൽ പോയി ഞാൻ ട്രേഡ് എടുത്തത്. ഇല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് നമ്മൾ റെഡിയാണ്. നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റുമാണ് അത്. CPRനെ വെച്ചാൽ ഇവിടെയും ഒരുപാട് പേര് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഡെയിലി CPRൻ്റെതും വീക്ക്ലി CPRൻ്റെ ഒക്കെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. സോ ഇവിടെയൊക്കെ ഒരുപാട് പേര് നമ്മളെപ്പോലെ സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ CPRോ അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് നോക്കിയിട്ടല്ല സെല്ല് ചെയ്ത്. ഞാൻ സെല്ല് ചെയ്ത് നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ഏരിയ ആയിരുന്നു. നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ സെല്ല് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 3,000 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റാണ്. 742 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. 3,500 ഏകദേശം 5,400 എങ്ങാണ്ട്. ഓക്കെ, 733 28 29 നമ്മുടെ ലൈൻ നെയിം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലിലോട്ട് പോയി. പക്ഷേ പ്രീമിയത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. 34 സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റാണ്. 30 യെസ് ഇപ്പോൾ പോകും. 32 യെസ്. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരിക്കുകയാണ്. ഏതായാലും ഇനി ഞാൻ വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ആദ്യത്തെ ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോലെ സെല്ല് ചെയ്ത് വെച്ചിരുന്നവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയും അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മേലിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. സോ റിജക്ഷനും വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടുന്ന് ട്രേഡിൽ എൻട്രി കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഏതായാലും ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. 51,300 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഞാൻ കുറച്ചാണ് എടുത്തത്, 105 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നമ്മൾ ട്രേഡ് എൻട്രി എടുത്ത എൻട്രി പോയിൻറ്റും നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരും. ടാർഗറ്റ് എന്ന് പറയുമ്പം ആസ് യൂഷ്വൽ നമ്മൾ വയ്ക്കുന്ന പോലെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോഴും നമ്മൾ ഒരു 5,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ആയിരിക്കും ബുക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഉണ്ടായ ഈ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യും. ജസ്റ്റ് ഒരു 200 300 റുപ്പീസ് വല്ലതും ജസ്റ്റ് പ്രോഫിറ്റ് എടുത്ത് ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമ്മളുടെ ഓവറോൾ ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. ഏതായാലും മാർക്കറ്റ് ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമുക്ക് എഗനിസ്റ്റാണ്.
നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. നമുക്ക് എൻട്രി കിട്ടിയത് 185 അപ്പോൾ 147 48 നമ്മുടെ ട്രിഗർ പ്രൈസ്. ഓക്കെ അത് ക്യാൻസൽ ചെയ്താൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. 47 48 പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഇനിയിപ്പോൾ മേലിലേക്കാണെങ്കിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ പെട്ടെന്നൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ് തോന്നുന്നത്. സോ വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ട്രേഡും കൂടെ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ട്രേഡൊന്നും എടുക്കില്ല. അതല്ല ഇനി ഇത് പ്രോഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രേഡും കൂടെ വല്ലതും എടുക്കാം. നമ്മളുടെ ഒരു എയിമുണ്ടല്ലോ, ഒരു 3000 5000 വല്ലതും പ്രോഫിറ്റ് ഡെയിലി അച്ചീവ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതി വല്ലതും. അല്ല ഇത് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ലിമിറ്റ് ആവും 5000 5000 5ഉം 3ഉം 8000. പിന്നെ വേണമെങ്കിൽ ഒരു 2000 കൂടെ 10,000 വരെ നമ്മൾ ഡെയിലി ലോസ് ബെയർ ചെയ്യാൻ നമ്മൾക്ക് ഓക്കെയാണ്. ട്രേഡേഴ്സ് നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. ഒരു 4000+ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കാം 135. ഓക്കെ ട്രേഡേഴ്സ്. തെറ്റിപ്പോയി. 1135 ആയിരുന്നു വയ്ക്കേണ്ടത്. ഞാൻ 1035 വെച്ചോ. അയ്യോ, മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആയി ട്രേഡേഴ്സ്. ഷട്ട് കണ്ടോ, 120 ഒരു 10-15 പോയിൻറ്റ്സ് താഴത്ത് ക്ലോസ് ആയിപ്പോയി. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കൊടുത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് താഴത്തോട്ട് സെയിം എൻട്രി പ്രൈസിൽ വല്ലതും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ ജസ്റ്റ് റീ എൻട്രി ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് റണ്ണിങ് ട്രെയിനിൽ ഓടിക്കയറുന്നത് ശരിയല്ലോ ട്രേഡേഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഏകദേശം നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. നമുക്ക് സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം ഒരു എൻട്രിയും കൂടി എടുത്തേക്കാം. നമ്മളുടെ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ നമുക്കൊരു എൻട്രി കൂടെ കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ജസ്റ്റ് കോസ്റ്റിൽ തന്നെ റണ്ണിങ് ഉണ്ട്. 94 നമുക്ക് എൻട്രി കിട്ടിയത്. ജസ്റ്റ് ഒരു പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കും. ഇവിടുന്ന് ഇനിയിപ്പം ഒരു നല്ലൊരു മേളിലേക്കുള്ളൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 3000 ഓക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു 78 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഗുഡ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല ട്രേഡേഴ്സ്. നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഒരുപാട് പേര് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് മേലിലേക്ക് പോകാനാണ് ചാൻസ് ഞാനിപ്പോഴും ബിലീവ് ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. ഒരു 1000 റുപ്പീസോ വല്ലതും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈനിനെയും കൂടെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാമെന്നാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ വീണ്ടും മേലിലേക്ക് പോകുന്നുണ്ട് ട്രേഡേഴ്സ്. ഇവിടെ ലൈൻ ഏതായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇച്ചിരി പോയിൻറ്റും കൂടെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അയ്യോ, സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയല്ലോ. ഇന്ന് നമുക്ക് 2 ട്രേഡും ലോസ് ആണെന്നാണ് ട്രേഡേഴ്സ് തോന്നുന്നത്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും നമ്മൾ നെഗറ്റീവിലോട്ട് വരുന്നുണ്ട്. 300 റുപ്പീസ് മാനുവലി ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണോ? ഇവിടുന്ന് വേണമെങ്കിൽ ഇപ്പോൾ മാനുവലി ഒരു 500 റുപ്പീസ് എക്സിറ്റ് ചെയ്താലൊന്ന് ആലോചിച്ചപ്പോൾ തന്നെ മാർക്കറ്റ് അവിടുന്ന് നെഗറ്റീവ് 60, 61, 59 ഒരു 130 റുപ്പീസ് ഇപ്പോൾ മൈനസ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ലൈനിനെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതാണ് എൻ്റെ ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഈ ട്രേഡ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുമെന്ന്. പക്ഷേ കൊള്ളാലോ,
ഓക്കെ, മൈനസിലായതായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2000 പ്രോഫിറ്റ് കാണിച്ചായിരുന്നേ. 1600. ഓക്കെ, ഇവിടുന്ന് ഇനിയിപ്പം മേളിലോട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കിതിൻ്റെ കോൺഫിഡൻസ് ബ്രേക്ക് ആയത്. കുഴപ്പമില്ല. ഏതായാലും ഇനിയിപ്പോൾ താഴത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്താലോ എന്നും കൂടെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഏകദേശം എഗെയിൻ നമ്മൾ ഒരു ബാക്ക് ടു പവിലിയൻ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, ആ ഒരു സാധനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു 2500-ൻ്റെയൊക്കെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 5000+ ഒരു ടാർഗറ്റ് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നില്ല, കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, 4000. ഓക്കെ 4800. ഓക്കെ ട്രേഡേഴ്സ് 5000-ൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഒന്ന് ഗ്രീൻ കാണിച്ചാൽ, ഓവറോൾ ഗ്രീൻ കാണിച്ചാൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ് ഓക്കെ ട്രേഡേഴ്സ് നമ്മുടെ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 34 rupees മൈനസിലാണ് നമ്മളിപ്പോൾ ട്രേഡ് ക്ലോസ് ചെയ്ത്. ഇനി ഞാൻ വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം.